ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഞായറാഴ്ചയുണ്ടായ വെടിവെപ്പ് ഭീകരാക്രമണമെന്ന് സ്ഥിരീകരിച്ചു. ആക്രമണം നടത്തിയ ഭീകരവാദികളിൽ ഒരാളായ നവീദ് അക്രം പാകിസ്ഥാൻകാരനാണെന്ന് തിരിച്ചറിഞ്ഞു. 12 പേർ കൊല്ലപ്പെടുകയും 2 പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭീകരാക്രമണത്തിൽ 2 ഭീകരവാദികളാണ് നിരപരാധികൾക്ക് നേരെ വെടിയുതിർത്തത്. ഈ അക്രമികളിൽ ഒരാളാണ് പാകിസ്ഥാൻകാരനായ നവീദ് അക്രം. പാകിസ്ഥാനിലെ ലാഹോർ സ്വദേശിയായ നവീദ് അക്രത്തിന് 24 വയസ്സ് മാത്രമാണ് പ്രായം. സിഡ്നിയിലെ അൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയാണ് അക്രമെന്നും ഇയാൾ ഓസ്ട്രേലിയയിലെയും പാകിസ്ഥാനിലെയും സർവകലാശാലകളിൽ മുമ്പ് പഠിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി സിഡ്നിയിലെ ബോൺറിംഗ് സബർബിയിലുള്ള അക്രമിന്റെ വസതിയിൽ പോലീസ് റെയ്ഡ് നടത്തി. ഇവിടെ നിന്ന് രേഖകളും മറ്റും പിടിച്ചെടുത്തിട്ടുണ്ട്. അക്രമത്തിന് പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നും ആരാണെന്നും കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് റെയ്ഡ് നടത്തിയത്. ഇയാൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി ധരിച്ചു നിൽക്കുന്നതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ജൂതോത്സവമായ ഹനക്കയുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ആഘോഷത്തിനിടെയാണ് പ്രാദേശിക സമയം വൈകുന്നേരം 6:30 നവീദ് അക്രമും മറ്റൊരു ഭീകരവാദിയും ആളുകൾക്ക് നേരെ നിറയൊഴിച്ചത്. തുടർച്ചയായ വെടിവെപ്പ് ആളുകൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ജനം നിലവിളിക്കുകയും ഒളിക്കാൻ പരക്കം പായുകയും ചെയ്തതായി ദൃക്സാക്ഷികൾ പറയുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പലർക്കും വെടിയേറ്റത്. ഇതിനിടെ നിരായുധനായ വ്യക്തി തോക്കുധാരിയെ ആക്രമിച്ച് കീഴടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കൂടുതൽ ആളഭയം തടയാൻ ഈ ധീരമായ ഇടപെടൽ സഹായിച്ചുവെന്നാണ് വിലയിരുത്തൽ. അക്രമത്തിൽ പങ്കെടുത്ത ഒരാൾ സംഭവസ്ഥലത്ത് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. മറ്റൊരാളെ വെടിയേറ്റ് പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.